ഹായ് ഫ്രണ്ട്സ്, പഴയ കാലത്ത് വീടുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായത്. ഇപ്പോഴത്തെ കുട്ടികൾ ഇത് കഴിച്ചിട്ടുണ്ടാവില്ല. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, അതേപോലെ ഹെൽത്തിയും കൂടിയാണ്. സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഓവർനൈറ്റ് സോക്ക് ചെയ്ത 1 കപ്പ് കടല, വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച്, 1 പച്ചമുളക്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് 1/2 കപ്പ് അരിപ്പൊടി ഒരു പാത്രത്തിലേക്കിട്ട് അരിപ്പൊടിക്ക് പാകത്തിനുള്ള ഉപ്പും കൂടിയിട്ട് മിക്സ് ചെയ്ത് നല്ല ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ച് ഇത് കുഴച്ചെടുക്കണം. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. ഒന്നിച്ചൊഴിക്കാനും പാടില്ല. അതിൻ്റെ പാകം നോക്കി കുറേശ്ശെ ഒഴിച്ചാൽ മതി. സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ചിത് കുഴച്ചെടുക്കാം. കൈയൊന്നും പൊള്ളാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിടി ഉണ്ടാക്കാൻ വേണ്ടി അരിപ്പൊടി കുഴച്ചെടുക്കൂലേ, അതേപോലെയാണ്, ആ പാകത്തിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ചെറിയ പോർഷൻ എടുത്ത് ഇതുപോലെ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. പണ്ടത്തെ ആൾക്കാർ പറയുന്നത് ഈ ബോൾസിന് കടലേൻ്റെ വലിപ്പമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നാണ്. കടലേൻ്റെ വലിപ്പത്തിലൊന്നും എനിക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റില്ല. എന്നാലും മാക്സിമം ചെറുതായിട്ട് തന്നെ ഇത് ഉരുട്ടിയെടുക്കാൻ വേണ്ടി നോക്കണം. ഇതിപ്പോൾ എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. കടലേൻ്റെ വലിപ്പമൊന്നും വന്നില്ല, എന്നാലും കുഴപ്പമില്ല, ചെറുത് തന്നെയാണിത്. ഇതിൽ നിന്ന് കുറച്ച് മാവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ മാവ് അവിടെ ഇരിക്കട്ടെ. ഈ സമയം ആകുമ്പോഴത്തേക്കും കടല നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും. ഇതേപോലെ നന്നായി വെന്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. 1 സ്പൂൺ നിറയെ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് അധികം മസാലയൊന്നും ചേർക്കാത്ത, ഒരുപാട് എരിവൊന്നും ഇല്ലാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. എരിവ് വേണമെന്ന് തോന്നുന്നവർക്ക് കുറച്ച് മുളക് പൊടി ഇട്ടാൽ ഈ സമയത്ത്. ചിക്കൻ മസാലയും കൂടി ഇട്ട് നന്നായി ഒന്ന് തിളച്ചതിന് ശേഷം റെഡിയാക്കി വെച്ച ബോൾസും കൂടി ഇട്ട് കൊടുക്കുക. നമ്മൾ കുഴച്ചെടുത്ത മാവ് കറക്റ്റ് ആണെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല, വേറെ തന്നെ നിൽക്കും. ബോൾസും കൂടി ഇട്ടതിന് ശേഷം ഇത് അടച്ച് വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് മാറ്റി വെച്ച ഈ കുറച്ച് അരിമാവില്ലേ, അത് നന്നായി ഒന്ന് കലക്കിയെടുക്കാം. അപ്പോഴത്തേക്കും ഈ കടലയും അരി ബോൾസും എല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ടാവും. ഇനി ഈ കലക്കി വെച്ച അരിമാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ ഗ്രേവിക്ക് ഒരു തിക്നെസ് വരാൻ വേണ്ടിയാണ് ഈ അരിമാവ് കലക്കി ഒഴിക്കുന്നത്. ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇത് സ്റ്റൗ ഒന്ന് മാറ്റി വെക്കാം. കുറച്ച് കഴിയുമ്പം ഇത് കുറച്ചുകൂടി തിക്കായി വരും. ഇനി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി കടുക് പൊട്ടിച്ച് 1 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഈ താളിപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ താളിപ്പ് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് സമയം അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇതിൻ്റെ നല്ല ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇത് സെർവ് ചെയ്യാം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് കഴിക്കുന്ന സമയത്ത് 1 റൈസ് ബോളും 1 കടലയും ഒറ്റ ബൈറ്റിൽ കിട്ടണമെന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു പഴയകാല സൂപ്പർ ടേസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഓക്കെ ഫ്രണ്ട്സ്, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.